എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മീഡിയ ട്രാവൻകൂർ വോയിസിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പച്ചയായി കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ഒരു ശൈലിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് എത്ര കാലം പ്രവർത്തിച്ചാലും ഇതിനെല്ലാം ഒരു സെൻസർഷിപ്പ് ബോർഡൊക്കെ ഒരുപറ്റം ആളുകൾ അറിയേണ്ട കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പല കാര്യങ്ങളും പുറത്ത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച്, ഇങ്ങനെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നത്. ഇവിടെ നമുക്ക് പല സത്യങ്ങളും ഇന്ന് പൊതുജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ തല പോലും പണയം വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, സത്യത്തിന്റെ വഴിയിൽ തന്നെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരു ജീവിതം എന്ന് പറയുന്നത് നന്നായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നൊക്കെ നമുക്ക് വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. ഒരാളും ജീവിതം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് ഈ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം തന്നെയാണ്. അവിടെയാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച്, സോഷ്യൽ മീഡിയ യുഗം എന്ന് പറയുന്ന ഈ അവസരം കൂടി വിനിയോഗിച്ചെങ്കിൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് പല കാര്യങ്ങളും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയൂ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവ വെളിച്ചത്തിൽ നമ്മളത് മനസ്സിലാക്കി കഴിയും. എന്നെ പോലുള്ള ആളുകൾ ഏതാണ്ട് അരനൂറ്റാണ്ടോളമായി ഈ പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് പല കാര്യങ്ങളിലും കുച്ചുവലം കിടുന്ന അവസ്ഥകൾ നമുക്കിന്ന് കാണുകയാണ്. നമ്മളെ ഇന്ന് ഭരിക്കുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ നമുക്കിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സേവനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല സമയങ്ങളിൽ നടന്നിരുന്നു. ഒരു കാലഘട്ടത്തിൽ 5 കൊടിയും 10 കൊടിയും പിടിച്ച് പഞ്ചായത്തുകളുടെയും അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും പല സ്ഥാപനങ്ങളുടെയും മുന്നിൽ സമരം ചെയ്തിട്ടുള്ളവർ ഇന്ന് ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ അന്നത്തെ ആ ഒരു കാഴ്ചപ്പാടും ഇന്നത്തെ മാറ്റവും എലിയും ആനയും പോടക്കുള്ള മാറ്റമായിട്ടാണ് നമ്മൾ ഇന്നതിനെ കാണുന്നത്. ആദർശങ്ങൾ എത്ര ഉണ്ടെങ്കിലും ആ ആദർശങ്ങളെല്ലാം വിറ്റ് തുലച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഓരോ രാഷ്ട്രീയ പാർട്ടികളും, ഓരോ സംഘടനകളും, ഓരോ മതസംഘടനകളും കാണിക്കുമ്പോൾ ഇതൊക്കെ പച്ചയായി തുറന്ന് പറയാനുള്ള ഒരു അവസരമായിട്ടാണ് മീഡിയ ട്രാവൻകൂർ വോയിസ് എന്നുള്ള ഒരു സംരംഭത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാകും. നമുക്കറിയാം, പലതും ഇന്ന് ആ കമ്പ്യൂട്ടറുകളിൽ ചെയ്യുന്ന കട്ടിങ്ങോടുകൂടി പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഓരോ സന്ദർഭങ്ങളാണ് പല വാർത്താ ചാനലുകളിലും നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. പക്ഷെ ഞാനിന്നിവിടെ ആഗ്രഹിക്കുന്നത് ഒരു കട്ടിങ്ങുകളും അതിൻ്റെ പിന്നിൽ വരുത്താതെ പച്ചയായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത് അതേ രീതിയിൽ തനതായ രീതിയിൽ ഒപ്പിയെടുക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് തരണം എന്നത് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് ചിന്തിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ ചാനല് നിങ്ങൾ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ ശരിയാണെങ്കിൽ ആ ശരിയായ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് അതിന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നന്മയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രം ഈ ചാനലിലേക്ക് സുസ്വാഗതം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കിവിടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പച്ചവായി തുറന്നു പറയേണ്ട ഒരു അവസരമുണ്ട്. പണമുള്ളവൻ ഏത് രീതിയിലും ജീവിക്കാം, അത്താഴപ്പട്ടിണിക്കാരൻ എന്നും ആ പട്ടിണിയിൽ തന്നെ കഴിയണം എന്ന് പറയുന്ന ഇന്നത്തെ പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതു സേവകരായി പ്രവർത്തിക്കുന്നവരുടെ കാഴ്ചപ്പാടുകളെ അതിൻ്റെതായ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. എത്ര വലിയ കൊമ്പനാന അല്ലെങ്കിൽ എത്ര വലിയ മതയാന കടന്ന് ചാടിയാലും അതിന്റെ തുമ്പിക്കൈക്കകത്തേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ ആ ആനയെ അവിടെ തളയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ആനയ്ക്ക് എല്ലാ രീതിയിലും അതിന് അടിയറവ് പറയുന്നത് കാണുന്ന ഒരു നാടാണിത്. അങ്ങനെയുള്ള ഒരു ഉറുമ്പായിട്ട് പ്രവർത്തിക്കുവാൻ നമ്മളെ കഴിവത് ഈ പറയുന്ന നമുക്കറിയാം, ഈ പറയുന്ന ഈ ഒരു ചാനൽ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കതിന് സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ണാകുഞ്ഞിനും തന്നാലായത് ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രം ഇതിൽ കണ്ടാൽ മതി. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഇതിൽ നിന്ന് മറ്റൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട.
ഞാൻ ഒരിക്കലും ഇതിനൊരു സാമ്പത്തിക നേട്ടമല്ല ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സത്യമായ കാര്യങ്ങൾ സത്യമായ രീതിയിൽ മനസ്സിലാക്കി തരുവാനായിട്ട് അതിനുവേണ്ടിയുള്ള ഒരു സംരംഭം മാത്രമാണ് ഈ പറയുന്ന മീഡിയ ട്രാവൻകൂർ വോയിസ് എന്നുള്ള ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും എവിടെ ഒരു വിഷയങ്ങളെ സംബന്ധിച്ചും ആധികാരികമായ രീതിയിൽ തെളിവോടുകൂടി അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിച്ചറിയിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒരു കട്ടിങ്ങോടും കൂടാതെ പച്ചയായ രീതിയിൽ അതിനെ ആ സമയത്ത് ഏത് രീതിയിൽ ഒപ്പിയെടുക്കുന്നു അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരെ ഓരോരുത്തരെയും നമ്മൾ അതിനുവേണ്ടി ഇന്റർവ്യൂ ചെയ്യും. ഇനി വരാൻ പോവുകയാണ്, തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 5 വർഷത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ത്രിതല പഞ്ചായത്ത് നമ്മുടെയൊക്കെ കടന്നു വന്നിരിക്കുന്നു. ഇപ്പോഴെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ണടച്ചിരുന്നുകൊണ്ട് അവർക്കെല്ലാം ആ കണ്ണടച്ചിരുന്ന ആ ആളുകൾക്കെല്ലാം ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഇപ്പോഴാണ് അവർക്ക് ആഗ്രഹം തോന്നിയത്. ആ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആഗ്രഹത്തിന്റെ പിന്നിലുള്ളത്? അതെല്ലാ ആളുകളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏത് വിഭാഗമാണ് മത്സരിക്കുന്നത് വെച്ചാൽ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒരു പൊതുജന സേവനം എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം പഠിച്ചുകൊണ്ടാണോ അതോ ഇതൊക്കെ ജാതിയുടെയും മതത്തിന്റെയും അവരുടെ ആഠ്യത്വത്തിന്റെയും പണത്തിന്റെയും അല്ലെങ്കിൽ വീടിന്റെ ആ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും ഒക്കെ വെച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നവരാണ് ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് രാജഭരണം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടി മത്സരിച്ചിരുന്നു എങ്കിൽ, ആ ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ആ രാജാക്കന്മാർ ചെയ്യുന്നതിനേക്കാട്ടിലും വലിയ രാജാക്കന്മാരുടെ പണികളാണ് ഇന്നത്തെ ജനപ്രതിനിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും യാതൊരു അറിവുമില്ല. അതിനെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയുന്ന ആരെങ്കിലും ഇങ്ങനെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് ഭക്ഷിച്ചുകൊണ്ട് പുറത്ത് തള്ളുന്ന അല്ലെങ്കിൽ ഛർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ആ മാറ്റത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. ഒരാളെ ഇകഴ്ത്തി കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരാളെ താത്തു കെട്ടാനായിട്ട് നമുക്ക് അതിനകത്ത് ആരോടെ നമുക്കൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മമതയും ഇടില്ല. ഒരാളെ നമ്മൾ താത്തു കെട്ടുന്ന ഒരു ഏർപ്പാടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചാനലിനെ അല്ലെങ്കിൽ ഈ ഒരു മീഡിയയെ, ഈ ഒരു സംരംഭത്തെ നിങ്ങൾ അങ്ങനെ കാണുക. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഈ പറയുന്ന ചാനലിന്റെ ഈ മീഡിയ ട്രാവൻകൂർ വോയിസ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് സുസ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.